ഇതിനകത്ത് ഫുള്ള് ഫ്രീസായി. അയ്യോ, ഇതിന്റെ ഡോറ് ഊരി പോന്നല്ലോ. അതിന്റെ ഡോറ് ഊരി പോന്നടാ. ഇത്രയ്ക്ക് പാടില്ല. ആഴ്ചക്ക് ആഴ്ച ഡീഫ്രോസൺ ചെയ്യണം. നമ്മൾ ചെയ്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ആയി. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സാത് കിടിലനാണ്, പൊളിയാണ്. വെള്ളത്തെ കിടക്കുന്നതിനെക്കാട്ട് സ്പീഡിലായിരിക്കും പാത്രത്തിലിരിക്കുന്ന പൊരിച്ച മീനിന് സ്പീഡ്. ഇതെന്താ ചോറ്റും പാത്രം ഒന്നിച്ച് വെച്ചോണ്ടിരിക്കണേ? ഈ കൃഷ്ണൻ വെണ്ണക്കലം മുമ്പിൽ വെച്ചിരിക്കണ പോലെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഡ്രൈ ഫിഷ് ആൻഡ് അച്ചാർ. നിങ്ങൾ കാണുന്ന ആണുങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോളാ. ഒരു വട്ടം കാണിച്ചു കൊടുത്താൽ തലയിലായില്ലേ, പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഒന്നും കാണിക്കില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ പരിപാടി എന്ന് പറയുന്നത് 9:10 11 മണിക്ക് മുമ്പ് എനിക്ക് വർക്ക് ചെയ്ത് അയക്കാനുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ ദോശ കഴിക്കണം, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ അമ്മുവിൻ്റെ ഒരു പ്രത്യേക ടെക്നിക്ക്. എവിടെ സാധനം? അതായിരിക്കുന്നു. കോഴിമുട്ടയിൽ ഉള്ളിച്ചമ്മന്തി മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ആ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. അത്ര എനിക്ക് അമ്മമ്മ അങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊക്കെ. അതുകൊണ്ട് ആ ഓർമ്മയിലൊന്നും ടേസ്റ്റ് ഉണ്ടാവുമോ? എനിക്കിഷ്ടാ. അതെന്ത് പരിപാടിയാണ്? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതായത് മുട്ട പൊട്ടിക്കുക, എന്നിട്ട് ശേഷം അതിന് ഗ്ലാസ്സിൽ ഒഴിച്ചതിന് ശേഷം ഉള്ളിച്ചമ്മന്തി അതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ശേഷം ഓംലേറ്റ് ഉണ്ടാക്കുക. എനിക്കറിയാൻ പാടില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. പച്ചക്ക് അരച്ച ഉള്ളി ചമ്മന്തിയാണ് അത്, വറുത്തരക്കല്ല. പച്ചക്ക് അരച്ച ഉള്ളി ചമ്മന്തിയില് ഉള്ളി വറക്കാതെ പച്ചക്ക് അരയ്ക്കുക, മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് അതിൽ ലേശം എടുത്തിട്ട് മിക്സ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ നാശമായി. ഫ്രിഡ്ജിനകത്ത് പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫുള്ള് ഫ്രീസായി. അയ്യോ, ഇതിന്റെ ഡോറ് ഊരി പോന്നല്ലോ. അതിന്റെ ഡോറ് ഊരി പോന്നടാ. അയ്യോ, അത് തന്നെ ഊരി പോന്നു. ചുമ്മാ തുറന്നേ ഉള്ളൂ ഞാന്. പിന്നെ തുറക്കണ്ടേ? കാണണങ്ങ എല്ലാം അങ്ങോട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാം കാണിച്ചില്ലല്ലോ. മേലത്തെ ആ ഫ്രീസറിലുള്ള ഡീഫ്രോസൺ ചെയ്ത് എല്ലാ വീട്ടിലുള്ള സംഭവമാണ്. ഇതിങ്ങനെ കാണിക്കേണ്ട ആവശ്യം. ഇത്രയും നിറഞ്ഞു. ഇത്രയ്ക്ക് പാടില്ല. ആഴ്ചക്ക് ആഴ്ച ഡീഫ്രോസൺ ചെയ്യണം. നമ്മൾ ചെയ്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ആയി. ഇനിയിപ്പോ ഒരു അമ്മ പറയാറുണ്ട് ആഴ്ചക്ക് ആഴ്ച ചെയ്യണം. ഇതിപ്പോ ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാവൂലേ, ഒന്ന് ഞെക്കിക്കഴിഞ്ഞ് എങ്ങനെ ഡിഫ്രോസൺ ചെയ്യാ? ഇത് കറക്റ്റ് ആയിട്ടില്ല നിക്കണ്. ഈ സ്വിച്ചിനകത്ത് ഞെക്കണം. ഇതെന്താ ഊരി പോകുന്നടാ? പൊട്ടിച്ചാടി അതിന്റെ കഷ്ണം താഴത്തോടെ. അച്ഛ എങ്ങനെയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഇരിക്കില്ല. അതിന് പിന്നെ വെക്കാം. അതൊക്കെ ടൈറ്റ് ആയടാ. ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിന്റെ ഒരു പീസ് ഇരിക്കുന്നു. അമ്മുവിന്റെ സ്പെഷ്യൽ റെസിപ്പി ഓംലെറ്റ് ആണ് വിത്ത് ഉള്ളി ചമ്മന്തി. ഇത് വർക്കാവോ ടേസ്റ്റ് ഉണ്ടാവോ എന്ന് കഴിച്ച് നോക്കട്ടെ, അപ്പോഴേ അറിയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഉണ്ടാക്കണ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി വേറെ ലെവൽ ടേസ്റ്റാ. റിയലി അമേസിങ്. ഈ മുട്ട ഉള്ളിച്ചമ്മന്തി എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇത് മുട്ട തിന്നുന്ന പോലെ ഇല്ല, വേറെന്തോ തിന്നുന്ന പോലെ ഉണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. മസാല മുട്ട എന്നൊക്കെ പറയാവുന്ന ഒരു കൈൻഡ് ഓഫ് ടേസ്റ്റ്. ഉള്ളിച്ചമ്മന്തി നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. കറണ്ടിന്റെ ആള് വന്നാന്ന് അത് വേറെ ആരുമല്ല. കറണ്ട് ബില്ല് പുതിയത് എടുക്കണ്ടേ ഈ മാസം? ഇനിയിപ്പോ കറണ്ട് ബില്ല് എത്ര വരാൻ പോകണമെന്നുള്ളത് ഒരു പിടിയില്ല. നല്ലൊരു എമൗണ്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പോക്ക് പോയാൽ. കാരണം 2 AC മിക്കവാറും വർക്ക് ചെയ്യുന്നുണ്ട്. പകരം എന്തായാലും ഞാൻ കമ്പ്യൂട്ടർ റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ എന്തായാലും ഇടും. അമ്മു അപ്പുറത്തെ റൂമിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഇടും. രണ്ടിനുമായിട്ട് നല്ലൊരു എമൗണ്ട് ബില്ല് വരും. ബില്ല് വരണ സമയത്ത് ICUവിൽ പ്രതീക്ഷിച്ചാൽ മതി നമ്മളൊക്കെ ബോധം കെട്ടിട്ടേ. അടുത്ത 2 ആഴ്ച ഓടണമെങ്കിൽ നമ്മളിതുപോലെ പുതിയ മൈൻഡ് വേവ്സിനുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മുടെ വീഡിയോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പുറത്തേക്ക് പോകണം എന്നുള്ള അഭിപ്രായം കൂടുതലാണ് ഇപ്പോൾ. ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് വയ്യല്ലോ, എങ്ങനെ പോണം? വയ്യ അതേപോലെ പച്ചപ്പയർ നേരെയൊക്കെയാണ്. എനിക്ക് ആകെ കയ്യും കാലൊക്കെ കുഴഞ്ഞു വയ്യ. ഇന്നത്തെ ആളാണ്. നിങ്ങൾ എങ്ങനെ പുറത്തേക്ക് പോവാ? എനിക്ക് വയ്യ, ഞാൻ പോകണില്ല.
അമ്പലത്തിൽ അയാൾ പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയി കേരളക്കാരെ അമ്പലം കൊണ്ടെടുക്കണമെന്ന് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ ഇവിടെ അടുത്താത്ത പോയിട്ട് പോയി വരാൻ പറഞ്ഞു എന്നാൾ എന്നാ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ക്യാമറ എടുക്കാം. ശരി, അന്ന് പോയോ ഞാൻ മീൻ ഉണ്ടാക്കട്ടെ. മീൻ മറക്കണം. മാങ്ങല്ലേ ചട്ടി ഉണ്ടാക്കിയിട്ട് അച്ചാറ്. അപ്പൊ ഇന്നത്തെ 2 പരിപാടി ഇപ്പൊ ചെയ്യാണ്ട്. ഒന്ന് മീൻ വറക്കണം, ഉണക്കമീനാണ്. ആ സാധനം വറക്കാനുള്ളത് ഇന്നലെ മസാല തിരുമ്പി വെച്ചതാണ്. രണ്ടാമത്തെ കാര്യം അച്ചാറ്, മാങ്ങ അച്ചാറ്. ഇന്നലെ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട് മുറിച്ചിട്ട്. അമ്മ മൊത്തം ഇരുന്ന് കട്ട് ചെയ്തു. 1 കിലോ പച്ചമാങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1 കിലോ. അത് മുഴുവൻ കഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഉണ്ടാക്കണ്ടേ. ഇനി അത് നല്ലതായിട്ട് വന്നാൽ മതിയായിരുന്നു. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സാത് കിടിലനാണ്, പൊളിയാണ്. ഇനി അമ്മയും അമ്മും ഒക്കെ കഴിച്ചിട്ട് പറയട്ടെ. എൻ്റെ കണ്ണിൽ ഇത് കിടിലനാണ്, നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇനി അവർ പറയട്ടെ, കഴിക്കുന്നവരല്ലേ പറയണ്ടേ, ഉണ്ടാക്കിയവരല്ലല്ലോ. പിന്നെ മീൻ വറുത്ത പരിപാടി ഏകദേശം തീരാറായിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് വറക്കാനായിട്ട്. ഇവിടെ ഏകദേശം വറുത്ത റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് മസാല, കറക്റ്റ് ഉപ്പ്, കറക്റ്റ് എരിവ്, കറക്റ്റ് പുളി എല്ലാം പെർഫെക്റ്റ് ആണ്. മസാല അടിപൊളിയാണ്, ടേസ്റ്റും അടിപൊളിയാണ്. ഇത് എടുത്ത് നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഒട്ടനടി തീരും. വെള്ളത്തിൽ കിടക്കുന്നതിനെക്കാട്ട് സ്പീഡിലായിരിക്കും പാത്രത്തിലിരിക്കുന്ന പൊരിച്ച മീനിന് സ്പീഡ്. വെള്ളം ഒരുപാട് കുടിക്കും. ഒരു ദിവസം 2 ലിറ്റർ 2.5 ലിറ്റർ മിനിമം കുടിക്കും. മേഡം കാരു കുളിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് മാമുണ്ടേ. നമ്മളെ മീൻ റെഡിയാണ്, 5 മിനിറ്റ് അച്ചാർ റെഡിയാണ്. 2 ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ ഒന്നും റെക്കോർഡ് ആവില്ല, ഫാന് മാത്രമേ റെക്കോർഡ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പ്ലീസ് ഒരു 5 മിനിറ്റ് ഞാൻ വരാം. മേക്കപ്പ് ഇടാനായിരിക്കും. അതെ. കണ്ടോ ഗൈസ്, ഞങ്ങൾക്കുള്ളൊരു സൗകര്യം കണ്ടോ, ഒരു പ്രിവിലേജ് കണ്ടോ. ഒന്നും ഇടണ്ട, പൗഡർ ഇടണ്ട, മുടിയും ചെയ്യണ്ട. അങ്ങനെ പറന്ന് പോയി നടന്നാലും നോ ഇഷ്യൂ. ഈ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണോ? ശരി 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 കരയണ്ട, ഞാൻ പൊക്കോളാം. ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ല, മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടമായില്ല. മീൻ്റെ ചേരക്ക് മീൻ്റെ ഒക്കെ ഷെയർ എടുത്തരാം. അതിന് മുമ്പ് ഈ അച്ചാർ എങ്ങനെയുണ്ട്? കാണുന്നില്ലല്ലോ വെളിച്ചത്തിൽ. ആ അങ്ങനെ പിടി. എങ്ങനെയുണ്ട് സാധനം? സാധുണ്ട് അന്ന് ഉണ്ടാക്കാനേക്കാളും സാധുണ്ട്. ഉണ്ടാ? എനിക്ക് വയ്യ. അന്നത്തെക്കാളും സാധു. ഇപ്പൊ രണ്ടാമത് ഈ കൂട്ടാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണയും വെള്ളം ഉപ്പൊക്കെ ഇടാൻ പറഞ്ഞപ്പോഴേ സാധു തോന്നി. ഉപ്പ് കൂടുതലിട്ടു, കുറച്ച് മുളക് പൊടി, അപ്പോഴേ രസം തോന്നിയത് കണ്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതന്നെ കിട്ടാൻ വേണ്ടിട്ട്. അല്ല എന്തിനാ നമ്മള് വാങ്ങണം ഇങ്ങനെ ഉണ്ടാക്കിയാല്? അതെ, മായില്ലല്ലോ. അതന്നെ മറ്റേത് മായം ചേർത്തിട്ടൊരു വഴിയാവേ. ഇനി അമ്മൂനോട് ചോദിച്ചു നോക്കട്ടെ. ഒറിജിനൽ അപ്പം അറിയാം, ഉള്ളത് സത്യം പോലെ പറയും. ബാവക്കുട്ടി അമ്മു അങ്ങനെയാണ്, ഉള്ളതുപോലെ പറയും, സുഖിപ്പിക്കൊന്നുമില്ല. മോശമായി തന്നെ പറയും. 1:40 ലഞ്ച് ടൈം. ഇന്നും നമ്മുടെ അരി തന്നെയാണ്. നമ്മുടെ മീൻ വറുത്തത് അടിപൊളിയായിട്ട്. ഇത് കറിയല്ല, നമ്മുടെ മാങ്ങ അച്ചാറാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അമ്മുവിൻ്റെ കറി, പിന്നെ തൈര് സാധനത്തിന് വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എവിടെ തൈര് പോയേ? നമ്മുടെ അടുത്താ. അവിടെ ഇരുന്നോട്ടെ. ഇതെന്താ ചോറ്റും പാത്രം ഒന്നിച്ച് വെച്ചോണ്ടിരിക്കണേ? ഈ കൃഷ്ണൻ വെണ്ണക്കലം മുമ്പിൽ വെച്ചിരിക്കണ പോലെ മൊത്തം വെച്ചിട്ടിരിക്കുന്നുണ്ടല്ലോ, മാന്തി തിന്നാനോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. കണ്ടാലേ അറിയാം, നല്ല യമ്മി ആയിട്ടുണ്ട്. ഇതേ മീന് അപ്പൊ ചോറെണ്ണം തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് മീൻ പോണ വഴി കാണാനില്ല. മീന് പ്രാന്തെത്തി പറഞ്ഞിട്ട് കാര്യമില്ലാക്കി, ഭയങ്കര പ്രാന്താണ്. രണ്ടാമത്തെ മീനാണ് ആ പോണത്. ഞാൻ ഒന്നാ എടുത്തത്. അതിന് മുമ്പ് ഞാൻ കണ്ടു മണ്ടയുടെ പീസ്. നല്ല മൂക്കോട്ട വെച്ചിട്ടിട്ടതാ. ഒരു മീനിന് ഇത്ര അടിയോ? ഒരു തലയ്ക്കും കൊണ്ട ഈശ്വര. 2 മീൻ ഭ്രാന്തന്മാരിതാ. മീന് പ്രാന്താണ്, എന്താ ചെയ്യാ? പ്രാന്ത് വെച്ചണ്ടല്ലോ, പറയാല്ല. എനിക്ക് തല്ല കണ്ട്, എനിക്ക് തൊണ്ട കൊത്തിയിട്ട് മുള്ളുണ്ട്. അന്ന് കണ്ടില്ലേ? സത്യം പറയാലോ, എനിക്ക് മീൻ കൂട്ടുന്നതിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം ഒരു വട്ടം തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോകേണ്ടി വന്ന ഒരുത്തനാ ഞാന്. നിങ്ങൾ ആ ബ്ലോഗ് കണ്ടിട്ടുണ്ട്. ഡോക്ടർ ഒരു ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ എന്തോ ഭയങ്കര പരിതാപമായിട്ട്, ഭയങ്കര എന്താ പറയാ, ദയനീയമായിട്ട് അവര് നോക്കുകയായിരുന്നു. പാവം, ഒരു മുള്ളു തൊണ്ട കുടുങ്ങിയിട്ട് വന്നിരിക്കുകയാണ് സിവിയർ ആയിട്ട്. ഞാൻ തന്നെ, വേറെ ആരുമല്ല. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ്. എന്തെങ്കിലും ഒരു നല്ല അഭിപ്രായം പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? അച്ചാറ് സൂപ്പർ ആട്ടോ, അച്ചാറ് കിടിലൻ. ഇതും ഭയങ്കര മുറുമുറാന്നുണ്ട്. യമ്മി, ഇഷ്ടായി.
മീനിൻ്റെ മസാല ആഡ് ചെയ്തത് ഇന്നലെ അമ്മയുടെ പണിയായിരുന്നു. അമ്മയാണ് ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് എടുത്തു വെച്ചത്. അച്ചാറിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്, ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഡ്രൈ ഫിഷ് ആൻഡ് അച്ചാർ. നന്നായിരുന്നു. വെറുതെ തൊട്ടു നോക്കാൻ തോന്നുന്നു അച്ചാർ. എരിവ് അധികം കഴിക്കാൻ പാടില്ലല്ലോ. അധികം എരിവും ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ്. മനസ്സിലായില്ലേ? ഇപ്പോഴെങ്കിലും അംഗീകരിക്കടാ, ഞാനൊരു പ്രൊഫഷണൽ ഷെഫാണ്. എല്ലാം ഉണ്ടായിക്കോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാണ് അടുക്കള ഒരു വിരോധമില്ല. പെണ്ണുങ്ങളെ കിട്ടിയ ചാൻസ് മുതലാക്കൂ. എന്താ പറയാ, സമ്മതിച്ച് തരാം. എന്റെ ഭർത്താവ് 1-ാം നമ്പർ ഷെഫാ. സത്യം, ഇതിനേക്കാളും നന്നായിട്ട് കുക്ക് ചെയ്യും. അടുക്കളയിൽ കയറിക്കോളെ, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? ഈ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ആണുങ്ങൾ അടുക്കള കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനേ പറ്റൂല. ഇവര് പിന്നെ കയറൂല, അടുക്കള കയറൂല. നമ്മളെ പുകഴ്ത്തി സൂപ്പറാണ്, അടിപൊളിയുടെ റെസിപ്പിയാണ്, വേറെ കിടിലനാണെന്ന് പറഞ്ഞ് നമ്മളെ പുകഴ്ത്തും. നമ്മളാണെങ്കിൽ ഇതിനകത്തോട്ട് വീഴുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ഗൈസ്, അല്ല, ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ വരെ ഏട്ടൻ്റെ അച്ചാറിൻ്റെ ഫാനാ. അച്ചാറും പിന്നെ ദോശ ഇതിനൊക്കെ ഫാനാണ്. അപ്പോൾ ശരിക്കും കുക്ക് ചെയ്യും, എല്ലാം കുക്ക് ചെയ്യുമെന്ന് പറയില്ല, പക്ഷെ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ റെസിപ്പീസൊക്കെ സൂപ്പറായി കുക്ക് ചെയ്യും. അപ്പം ഞാൻ വിചാരിക്കും കുറച്ചായിട്ട് എല്ലാം ചെയ്യിപ്പിക്കാന്നല്ലേ. എന്ത് പറയണു? നിങ്ങളിത് കാണുന്ന ആണുങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരുന്നോളാ. ഒരു വട്ടം കാണിച്ചു കൊടുത്താൽ തലയിലായില്ലേ, പിന്നെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനെയൊന്നും കാണിക്കില്ല. 3 ദിവസമായി ഈ ബലൂൺ കമ്പനിയുടെ വർക്ക് തുടങ്ങിയിട്ട്. തീരുന്നില്ല. എത്ര പേജസ് ചെയ്താലും തീരുന്നില്ല. ഇതിനകത്ത് മുളകും ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതല്ലേ ഇതരക്കാളായിരുന്നു. ഓക്കെ, നേരണ്ട് അരക്കാലോ. ഐസ് ഉരുകി തുടങ്ങിയിട്ടില്ല. രാവിലെ ഓണാക്കിയിട്ട പരിപാടിയാണ്. ഇതുവരെ ഫുള്ള് ഡീഫ്രോസൺ ആയിട്ടില്ല. എപ്പോഴും അതേപോലെ കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇതൊന്ന് സെറ്റ്? അപ്പം അതൊക്കെ സമയം എടുക്കും തോന്നുന്നുണ്ട്. കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് ലീക്ക് ആവണില്ല. പതുക്കെ അത് കട്ട ഉരുകുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറഞ്ഞിട്ടുണ്ട്, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 8 മണി ആയപ്പോഴേക്ക് ഡിന്നർ പരിപാടികളെല്ലാം കഴിഞ്ഞു. നേരത്തെ കഴിക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ എന്തോ കുറച്ച് വൈകിപ്പോയി. വർക്കിലിരുന്ന് അങ്ങനെ നേരം വൈകിപ്പോയി. വർക്കൊക്കെ അയച്ചു കൊടുത്തു. ഇനി രാവിലെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വർക്ക്, അതൊരു ക്ലയൻറ്റിന് ഒരുപാട് വർക്കുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.